സാറേ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും എനിക്ക് ചേരൂല സാറേ. കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട മൂർത്തി സാറേ. നല്ല പേരല്ലേ? ഞാൻ ഈ പേര് തന്നെ സ്ഥിരമാക്കിയാലെന്ന് ആലോചിക്കണേ. സ്ഥിരമായിക്കോ. ഡാർലിംഗ്, ഞാൻ അവിടെ എത്താറേ. You know what? Get lost. You ruined everything. ഇങ്ങോട്ട് വരണ്ട. ഞാൻ അങ്ങോട്ട് പോട്ടെ, അല്ലെങ്കിൽ അവളും ഇങ്ങോട്ട് കയറി വരും. ഭർത്താവ് തോന്നിസം കാണിച്ചോണ്ടല്ലോ. മാഡത്തിന്റെ പേര് മാഡത്തിന് സ്ഥിരമാക്കി ഇട്ടൂടെ? ലീലാമണി. Get lost. ഇവിടെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തോ ഒരു ബർത്ത്ഡേ പാർട്ടി. അപ്പൊ പിന്നെ അവിടെ സ്മോൾ അടി ഉണ്ടാവില്ലേ? അവരടിച്ച് ഫിറ്റാവുന്ന എനിക്ക് ഉറപ്പാ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. കഴിയുമോന്ന് പറഞ്ഞാൽ മതി ബേബി, പ്ലീസ്. എന്തു വേണോ ചെയ്, പക്ഷെ ഇങ്ങോട്ട് വിളിക്കണ്ട. ഞാൻ വിളിച്ചോളാം. ഞാൻ ഫോൺ വെക്കാണ്. എന്താ പക്ഷെ തോക്കൊക്കെ? അല്ല, ഇതാരും എടുത്ത് വെടിവെക്കാതിരിക്കാൻ. ആരായിരുന്നു ഫോണില്? ഹൈക്കമാൻഡിൽ നിന്നായിരുന്നു. മൂർത്തി സാറിനായിരുന്നു ഞാൻ പറഞ്ഞു കുളിക്കാൻ പോയിരിക്കരുതെന്ന്. നമ്മൾ ഡൽഹി ഹൈക്കമാൻഡിന്നാ. ഡൽഹി ഹൈക്കമാൻഡിന്നാ. എവിടെ നിന്ന് നിന്റെ അപ്പൂപ്പനെ? കട്ട് ചെയ്യാം. എന്ത് കട്ട് ചെയ്യാം? കേക്ക്. ഞാനത് മറന്നുപോയി. മൂർത്തി സാറും വൈഫല്ലേ? മൂർത്തി സാർ വാ. ഹാപ്പി ബർത്ത്ഡേ ലീലാമണി. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ഗിഫ്റ്റ് കൈയോടെ കൊടുത്തല്ലേ? അതെന്താ തിരിച്ച് കിസ് ചെയ്യുന്നില്ലേ? ബർത്ത്ഡേക്കാർക്കാണല്ലോ സാധാരണ ഗിഫ്റ്റ് കൊടുക്കുക. അല്ലല്ല, ചെയ്യാലോ. കൊടുക്കാം. വൈൻ എടുക്കട്ടെ? വോഡ്ക വിത്ത് ലൈം. അത് എനിക്കും അത് തന്നെ, അത് മതി. ഓ അയ്യോ, ഇവിടെ എന്താ സംഭവിച്ചേ? അത് വെടികൊണ്ടതാണ്. ഞാൻ എനിക്ക് കണ്ണൊന്നും ക്ലീൻ ചെയ്തതാ. അപ്പൊ അറിയാതെ കയ്യിലിരുന്ന് പൊട്ടി. എന്തോ ആദർശേ, വല്ലരും ദേഹത്ത് കൊണ്ടിരുന്നെങ്കിലോ? അതാണ് ഞാൻ പറഞ്ഞത്. ദേഹത്ത് കൊണ്ടില്ലല്ലോ, സെറ്റിലല്ലോ കൊണ്ട്. ഇനി അത് പറഞ്ഞു വഴക്കുണ്ടാക്കണ്ട. നമുക്ക് പൂൾ ഏരിയയിലേക്ക് പോവാം. നല്ല വൈബായിരിക്കും. വേണ്ട, നിന്നോട് അഭിനയിക്കാനല്ല പറഞ്ഞ, ജീവിക്കാനല്ലോ. സാറല്ലേ പറഞ്ഞ ഒറിജിനാലിറ്റി വേണം. ഒറിജിനാലിറ്റി നീ അതാ കമലാസനം. ആദർ സാറേ ഫയർ ചെയ്യാൻ മുട്ടി നിൽക്കുമ്പോഴാണ് എന്നെ കണ്ടതേ. അപ്പൊ ഉന്നം തെറ്റി പോയി അല്ലേ? അതവൾക്ക് ബുദ്ധിയൊന്നുമല്ല അല്ലേ? നിങ്ങൾ തമ്മി എങ്ങനെയാ പരിചയം? നിങ്ങൾ രണ്ടുപേരും തമ്മി ലവ് മാരേജ് ആയിരുന്നോ? അതൊരു ഓടിച്ചിട്ടുള്ള പ്രണയമായിരുന്നു. ഒരുപാട് ഓടി നോക്കിയാ, പക്ഷെ എന്നെ പിടിച്ച് അങ്ങനെ. ആദർ സാറിന്റെ തീരുമാനങ്ങളാണ് എല്ലാം. ആദർശിന്റെയോ? മനസ്സിലായില്ല. അതായത് എന്നെ ഷൂട്ട് ചെയ്യാൻ ഈ കക്ഷി ഓടിച്ചിട്ടപ്പോഴേ ആദർ സാറാണല്ലോ രക്ഷിച്ചത്. തലനാരക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പൊ തന്നെ ഒരു ഡോക്യുമെന്റ്സും ഇല്ലാണ്ട് കൈ പിടിച്ച് തരുകയും ചെയ്തു. ഒന്നും മനസ്സിലായില്ല. മീൻ വാട്ട് എ സ്ട്രേഞ്ച് സ്റ്റോറി. അയാൾ വെൽത്തി റിച്ച് ആണല്ലോ. പൊളിറ്റിക്കലി ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് ഫ്ലൈറ്റുകൾ വരെയുണ്ട്. മേഡം സാറിന്റെ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ ട്രൈ ചെയ്യുമ്പോ ഞാനാണ് അപ്പോയിന്റ്മെന്റ് വാങ്ങി കൊടുത്തത്. അവിടെ നിന്ന് അങ്ങോട്ടും അത് പ്രണയായി. ഡൽഹിയിൽ വെച്ചായിരുന്നോ ഇന്റർവ്യൂ? ഡൽഹിയിലെ മറ്റേ ഇന്ത്യയിലേക്കുള്ള ഗേറ്റില്ലേ? ട്രൂ ഇസ് ദ ഓപ്പോസിറ്റ് ടു ഫോൾസ്. പിന്നെ ആദർ സാറ് ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ട് മാഡം ഞാനൊരു സത്യം പറയട്ടെ. ഓക്കെ,
ഞാനിത് വന്നില്ലായിരുന്നെങ്കിൽ ആദർ സാറിന്റെ പ്ലാൻ ഒന്നും തെറ്റില്ലായിരുന്നു. പ്ലാനോ? പുള്ളി പാറി പറഞ്ഞേനെ. അത് നാളെ ആണെങ്കിലും ഡൽഹിക്ക് പാറി പറക്കാലോ. മൂർത്തി ഇവിടുന്ന് സംസാരിക്കാലോ. ഇതേ കേട്ടാ മേഡം, എന്റെ വൈഫ് ഉണ്ടല്ലോ, ഇതേ മിസ്റ്റർ ലീലാമണി, അസലായിട്ട് പാട്ട് പാടും. ആദർ സാറിന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ വൈഫിന്റെ പാട്ട്. അതെങ്ങനെ ആദർശിനറിയാം? അതെങ്ങനെ അറിയാം? ഗൈഡ് നോക്കിയിട്ട് മൂർത്തി സാറ് പറഞ്ഞിട്ട് ആഹാ, എന്നാ പിന്നെ ഒരു പാട്ടാവല്ലേ? മൂടില്ല, തൊണ്ടവേദനയോ, പിന്നെ പാടാം. ലീലാമണി പാടുന്നേ. കമോൺ, പാട്, ഒരു പാട്ട് പാടാം. നോ 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 ഡാർലിംഗ് പ്ലീസ് പാട്. നോ ഇല്ലമണി പാട്. പാട് പ്ലീസ്. ശരി, ഗമ പാടില്ല. ഞാൻ പാടാം. നീ എന്തിനാടാ അവളുടെ അവിടെയും ഇവിടെയൊക്കെ തൊട്ടുന്നത്? ആത്മാർത്ഥമായിട്ട് അഭിനയിക്കണമെന്ന് സാറല്ലേ പറഞ്ഞത്? ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ പെണ്ണിനെ കയറി പിടിക്കാം. സിനിമയിൽ അതൊക്കെ ക്യാമറ എടുക്കാം, അറിയില്ലേ? ഞാൻ പോലും അവളുടെ വേണ്ട അടുത്ത് ഇതുവരെ തൊട്ടിട്ടില്ല. സാറിന് ഇനി ആവാലോ. സാറിന്റെ ആത്മാർത്ഥയെ സംശയിച്ച സ്ഥിതിക്ക് ഞാനിനി കുടിക്കണതിൽ കാര്യമില്ലല്ലോ. ഞാൻ പോട്ടെ. നീ എന്താ മിണ്ടുപോയി പോട്ടെ 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 പറയണ? നീ പോണ്ട, മനസ്സിലായ? എന്നാണെങ്കിലും ഞാൻ പോകണ്ടവനല്ലേ സാറ്? എന്നാ നീ പോണ്ടവനല്ല, മനസ്സിലായ? അതിനാണ് നിനക്ക് ഞാൻ പ്രസവിച്ച കാശ് ഒരു പാലിട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും, മനസ്സിലായ? സിഗരറ്റ് ഉണ്ടോ? മൂർത്തി സാറ് ബോഡി ഷേപ്പോട്ട് വീണതായിരിക്കും അല്ലേ? ഞാൻ എന്താ ഒരു ബോഡി മാത്രമാണോ? അയ്യോ, അങ്ങനല്ല. എന്നാലും നിങ്ങൾ എങ്ങനാ മൂർത്തി സാറിനെ സെലക്ട് ചെയ്തത്? പുള്ളി കുറച്ച് ഓൾഡ് ഫാഷൻ അല്ലേ? അപ്പൊ നിങ്ങളെ കാണുമ്പോ ഒരുമാതിരി ഒരു മാച്ച് ഇല്ല, അതാ. അങ്ങനെ ഒന്നുമില്ല, മാച്ച് ഒക്കെ മനസ്സിനുള്ളില, അല്ലാതെ. യെസ്, യു ആർ ഗ്രേറ്റ്. ഞാൻ അത്ര ഗ്രേറ്റ് ഒന്നും അല്ല. നിങ്ങൾ ഡൽഹിയിൽ എവിടെ വെച്ചാ കണ്ടുപിട്ടിയ? പറഞ്ഞല്ലോ. ഓ സോറി, പറഞ്ഞല്ലോ. അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പ്രണയത്തിലായോ? ഇന്റർവ്യൂ? ഏത് ഇന്റർവ്യൂ? നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആദ്യമായിട്ട് കാണുന്നത് ഇന്റർവ്യൂ എടുക്കാനാണല്ലോ, മറ്റേ ഷൂട്ടിങ്. പിന്നെ എങ്ങനായിരുന്നു? സി, ഞാനും ആദർശം തമ്മി പൊതുവെ പുറമേന്നൊരു പ്രശ്നമൊന്നും ഇല്ലെങ്കിലും എന്തോ ഒരു ചേർച്ചക്കുറവുണ്ട്. പെട്ടെന്ന് നിങ്ങളെ ആദർശനെ കണ്ടപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു. വെറുതെയാണ് മൂർത്തി സാറിനെ ഞാൻ കണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ വിശ്വാസമില്ലേ? അതല്ല, നിങ്ങളെ മൂർത്തി സാറിനെ പെട്ടെന്ന് കണ്ടപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് തോന്നിയില്ല, അതാ. ബട്ട് യു ആർ ഗ്രേറ്റ്. നോ, ഐ ആം നോട്ട്. അതെ, അദ്ദേഹത്തെ കണ്ട് പ്രണയത്തിലായ കഥ പറ. Why should I answer your shit questions? And you're asking the same thing, huh? എന്തൊക്കെ അറിയണം? എല്ലാത്തിനും ഉത്തരം എനിക്ക് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഈ ലേഡി കൊറേ നേരമായിട്ട് എന്തൊക്കെയോ ചോദിക്കുവാ എന്നോട്. ഇനി നിങ്ങളവർക്ക് മറുപടി കൊടുക്കണം. നിങ്ങളല്ലേ എന്നെ കെട്ടിയത്? പിന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഇവർക്ക് ഉത്തരം ശരിയായി കൊടുക്കാൻ? കെട്ടിച്ചവർക്കുണ്ട്. വിളിച്ചത് കുറച്ചുകൂടി പോയെന്നാ തോന്നുന്നത്. റൂമിൽ കൊണ്ട് കിടത്താം. ആദർശ്, മൂർത്തി സാറ് കൊണ്ട് കിടത്തിക്കോളും. ഒറ്റയ്ക്ക് പറ്റില്ല. നീ ബാക്കിയും കൂടി അടിച്ച് സെറ്റായി വിടുന്നു. ഞാൻ അവളെ കൊണ്ടുവിട്ടില്ല. ഞാനിവരെ കൊണ്ടുവിട്ടില്ല. നീ എന്തിനാണ് അപ്പോഴേക്കും കയറി പിടിക്കണം? പോയിട്ടാണെങ്കിലും ഇവിടെ നിന്ന് കെട്ടിപ്പിടിക്കാനായി. സാറേ, ഇത് വെള്ളം തളിക്കാൻ. വെള്ളം തളിക്കുന്ന ഇവിടെ ആരെങ്കിലും തീ പിടിച്ചോ?
എണീറ്റല്ല സാറേ എണീറ്റ്. പേടിക്കണ്ട, ഞാൻ പോരാ. അവള് കൂടെ കയറി വരും. ഞാൻ കണ്ണടച്ച് പിടിക്കും. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ലേ? ഞാൻ സാറിനെ പോലത്തെ ആളല്ല. ഓ, കള്ളന്റെ ചാരിത്ര പ്രസംഗം വീട് തോറും കക്കാൻ കയറുന്നവനാ അല്ലേ? സാറിന് പറഞ്ഞാൽ മനസ്സിലാവൂല. അന്തരം എനിക്ക് പറഞ്ഞ മനസ്സിലാവത്ത? ഒന്നുമില്ല. ഇനി അവൻ എങ്ങനെ കയറി പിടിക്കുകയാണെങ്കിൽ എനിക്ക് സ്കിന്നിൽ തന്നിക്കണം. It's okay. You go. I trust him.